വയസ്സിലും മുടി നരയ്ക്കത്തില്ല. നരച്ച മുടിയെ കട്ടക്കറുപ്പാക്കാൻ ഇതൊന്നും കൊണ്ടൊന്ന് തൊട്ടു നോക്കൂ. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കെമിക്കൽ അടിച്ച് പണി വാങ്ങേണ്ട. കെമിക്കൽ അടിച്ച് മടുത്തവരുണ്ടോ എങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് കണ്ട് നോക്കിയിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ നല്ല സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് മുടി കറുപ്പായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നരച്ച മുടി ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ിലേക്ക് പോകാം. അപ്പം നമ്മൾ അപ്പത്തിനാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും മാവൊക്കെ അരച്ച് വെക്കുമ്പോൾ മാവ് ചിലപ്പം ചില നേരം പുളിച്ച് പൊങ്ങി വരും. നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചില നേരം പൊങ്ങത്തേയില്ല, മാവ് പുളിക്കാതെ അങ്ങനെ തന്നെ കിടക്കും. അപ്പം നമുക്ക് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ഇങ്ങനെ ആകെ ഒന്നുമില്ല, ഈസ്റ്റ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് അപ്പത്തിന് മാവിനെ ഇങ്ങനെ പുളിപ്പിച്ചെടുക്കാം. അതിനായിട്ട് നമ്മുടെ വീട്ടിലെ പച്ചമുളക് മാത്രം മതി. പച്ചമുളകിൻ്റെ തണ്ടെന്ന് കളഞ്ഞില്ലേലും കുഴപ്പമില്ല. കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് നല്ലപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് നിങ്ങൾക്ക് മാവ് അടിക്കാനായിട്ട് ബുദ്ധിമുട്ടോ ഇഷ്ടക്കേടോ വല്ലവരുണ്ടെങ്കിൽ തവി വെച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി കോല് വെച്ചോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്റ്റീൽ തവി ഒന്നും ഇട്ടിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ കണ്ടു നോക്കും, മാവ് കണ്ടോ സോപ്പ് പതഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെ പൊങ്ങി വരികയും ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ പച്ചമുളക് മുകളിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റും ആയിട്ട് ടേസ്റ്റിയുമായിട്ടുള്ള പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ നാട്ടിൽ എന്താണോ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ല, ഞാനിപ്പോൾ പാലപ്പത്തിനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. വെള്ളയപ്പം എന്ന് പറയും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി മാവ് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ പച്ചമുളക് എടുത്ത് മാറ്റി വെക്കാം. ഈ പച്ചമുളക് കളയേണ്ട കാര്യമില്ല, നമുക്ക് കറിക്കാണെങ്കിലും എന്തിനാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അപ്പമൊക്കെ ചുട്ട് നോക്കുക. അടിപൊളി ടേസ്റ്റുമായിരിക്കും. നല്ല സോഫ്റ്റായിട്ട് കറിയൊക്കെ അടിച്ചാൽ നല്ല അലിഞ്ഞു പോകും വെള്ളയപ്പമൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ കുറച്ച് സവോളയുടെ തൊലിയൊക്കെ കളയുന്ന കൂട്ടത്തിൽ കളയുന്ന സാധനമാണിത്. ഇത് കളയരുത്. ഇത് നമുക്ക് ഒരു അടിപൊളി ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഈ സവോളയുടെ ഇതുണ്ടല്ലോ, ഇത് ഞാൻ കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു സൂചി നൂലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൂചി നൂലുമാണ് ഇതിലേക്ക് നമുക്ക് കോർത്തെടുക്കണം. ഈ നൂലിലേക്ക് നമുക്ക് ഇതൊന്ന് കോർത്തെടുക്കാം. ഇപ്പോൾ പല്ലികളുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ നോക്കുന്നിടത്തെല്ലാം പല്ലി നമ്മുടെ വീടിൻ്റെ പടികളിലും എല്ലാം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് പല്ലി. അപ്പോൾ നമുക്ക് ഈ പല്ലിയെ തുരത്താൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ്. ഇതുപോലെ സവോളയുടെ ഇതൊക്കെ ബാലൻസ് വരുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾ ഇതുപോലെ സൂചി നൂല് എടുത്ത് ഇതുപോലെ കോർത്തെടുത്തിട്ട് ഈ പല്ലി ശല്യമുള്ള ഏത് ഏരിയയാണ് കൂടുതൽ കിച്ചണിലാണ് കൂടുതൽ പല്ലിയുടെ ശല്യം ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ആ വശത്ത് ജനലൊക്കെ ഉണ്ടെങ്കിൽ ആ ജനലിൻ്റെ പടിയിലേക്ക് ഇതുപോലെ തൂക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ജനലിൻ്റെ ഈ സൈഡുകളിലും കൊടുത്തിരിക്കുന്ന ഭാഗത്തൊക്കെ പല്ലി മുട്ടയൊക്കെ ഇട്ടിരിക്കാറുണ്ട്. ഇപ്പം കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സൈഡിലെല്ലാം പല്ലി കയറി നശിപ്പിച്ച് വെക്കാറുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ആ വശത്ത് നല്ല ആ ഭിത്തിവരി പോലും ഒറ്റ പല്ലികളും വരത്തില്ല. 100% റിസൾട്ട് കിട്ടുന്നതാണ്. കണ്ടിട്ട് ഒരു വശത്ത് നോക്കിയാൽ ഞങ്ങളുടെ ജനലിൻ്റെ പടിയിൽ ഇതുപോലെ കണ്ട പല്ലി അപ്പടി കാഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളിങ്ങനെ തൂക്കിയിടുവാണെങ്കിൽ ഈ സവോളയുടെ മണം അടിച്ചിട്ട് പല്ലി ആ വശത്ത് പോലും വരത്തില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകും. പല്ലിയെ തൊടുത്താനുള്ള രണ്ടാമത്തെ ടിപ്പാണിത്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കാജ ഓയിൽ. ഈ കാജ ഓയിൽ ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ പല്ലി, കൊതുക്, ഉറുമ്പ് ഇതൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും കയർത്താം. അതുപോലെ എലി, പെരുച്ചാരി ശല്യമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനൊന്ന് കലക്കി ഒന്ന് ഒഴിച്ച് നോക്കൂ കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു പഴയ പാത്രം, പൊട്ടിയ പാത്രമാണ്. ഇങ്ങനത്തെ പാത്രമൊക്കെ വേണമെങ്കിൽ ഇതുപോലൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് എടുക്കാം. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊന്നും എടുക്കണ്ട. അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ കാജാവിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. ആ ഒരു തുള്ളി ആ വെള്ളത്തിലും കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഗ്യാസാണ് കേട്ടോ. ഭയങ്കര ഒരു എഫക്റ്റാണ് ഇതിനൊക്കെ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും കാജാവിലിൻ്റെ എഫക്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക. ഇപ്പോൾ എൻ്റെ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്ത കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലേക്കാണ് മാറ്റുന്നത്. എന്നിട്ട് കുപ്പിയുടെ അടപ്പിൻ്റെ ഒരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മുടെ പല്ലികൾ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വിടുക. അപ്പോൾ കിച്ചണിൽ, സിങ്കിൽ, അതുപോലെ തന്നെ കിച്ചൺ സ്ലാബിൽ എല്ലാം കൂടുതൽ പല്ലികൾ ഇറങ്ങും. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഏരിയയിലായിരിക്കും പല്ലികളുടെ ഭയങ്കര വിളയാട്ടം അല്ലേ. അതുപോലെ പാറ്റ രാത്രിയാകുമ്പോഴാണ് ഇതുങ്ങൾ
വീട് പരിശോധനയ്ക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതുങ്ങളെ തൊഴുത്താൽ ഈ രാത്രിയിൽ വേണം നമ്മളിത് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ജനലിൻ്റെ പടിയിലും അതുപോലെ തന്നെ കിച്ചൺ സ്ലാബിലും ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലും ഈ പല്ലി ശല്യം എവിടെയുണ്ടോ അവിടെയെല്ലാം നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് വിടുക. അതുപോലെ തന്നെ കബോർഡിൻ്റെ താഴ്ഭാഗം അധികം അനക്കമൊന്നും ഇല്ലാത്തടത്തൊക്കെ കയറി മുട്ടയൊക്കെ ഇട്ടിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതുപോലെ കതകിൻ്റെ പിറകിലായിട്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ കബോർഡിൻ്റെ സൈഡ് കണ്ടില്ലേ, ഫുള്ള് നശിപ്പിച്ച് വെച്ചിരിക്കുന്ന സൈഡ് അടിഭാഗത്താണ്. അപ്പോൾ ഇതിൽ ഒരു അനക്കമൊന്നും ഇല്ലാത്ത ഏരിയകളിലാണ് പല്ലി പാറ്റ ഇതെല്ലാം കയറിയിരിക്കുന്നത്. അതുപോലെ ഉറുമ്പുകളും. അപ്പോൾ ആ ഒരു വശങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വിടുക. കിച്ചൺ സിങ്കിൽ പൈപ്പിൻ്റെ സൈഡ് എല്ലാം തണുപ്പുള്ള ഏരിയകളിലാണ് കൂടുതൽ പല്ലി കാണുന്നത്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ പല്ലി ശല്യം കൂടുതലുണ്ട്. അപ്പോൾ ഈ രാത്രിയൊക്കെ ആകുമ്പോൾ കഴിവതും നമ്മൾ ലൈറ്റുകളെല്ലാം ഓഫാക്കി ഇടുന്നതാണ് നല്ലത് കേട്ടോ. പല്ലി ഭയങ്കരമായിട്ട് ഇപ്പോൾ കൂടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും, അടിപൊളി റിസൾട്ട് ആയിരിക്കും. പല്ലി വീടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ കബോർഡിനുള്ളിൽ പല്ലീനെയും പാറ്റാനെയും ഒക്കെ ഇരിക്കുന്നത് നമ്മൾ പാത്രങ്ങളൊക്കെ ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, അവിടെ എല്ലാം പല്ലിയും പാറ്റാൻ കയറിയിരിക്കും, നശിപ്പിച്ച് വെക്കും പാത്രം. പിന്നെ ഭയങ്കര സ്മെല്ലും ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ സ്പ്രേ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലൊരു ബൗളിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ച കാജാവിലിൻ്റെ വെള്ളമുണ്ടല്ലോ അത് ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് കബോർഡ് അടച്ചിടുക. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കാരണം ഭയങ്കര ഗ്യാസും കണ്ണിരിയുന്ന പോലത്തെ സ്മെല്ലാണ് ഇതിനൊക്കെ. ആ ഒരു ഗ്യാസ് പോലെയാണ്. അത് അടിക്കുമ്പോൾ ഇതുങ്ങൾ വീടിന് അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോകും 100% ഉറപ്പാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീടുകളിൽ ഒരുപാട് കറിവേപ്പില ഉണങ്ങിക്കളയാറുണ്ടല്ലേ. ഇനി ആരും കളയരുത്. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഈ ഇല മാത്രം മതി നമ്മുടെ എത്ര നരച്ച മുടീനെയും കട്ടക്കറുപ്പാക്കാനും മുടി ആർത്ത് കിളുക്കാനും താരം കുറയ്ക്കാനും കൊഴിഞ്ഞ മുടി പോലും നല്ലപോലെ അവിടെ നല്ല കട്ടിക്ക് മുടി വളർന്നു വരുന്ന മുടീനെ നല്ലപോലെ കറുപ്പിച്ചെടുക്കാനും സഹായിക്കുന്നതാണിത്. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആ ഒരു കറിവേപ്പില ഫുള്ള് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പ് ചട്ടിയിലേക്കാണ് ഞാൻ ഇതെടുക്കുന്നത്. ഇരുമ്പ് ചട്ടിയിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് 2 സാധനം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഹെന്ന പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഹെന്ന ഇവിടെ ചേർക്കുന്നില്ല. പകരം 1 ടീസ്പൂൺ കോഫി പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് കോഫി വാട്ടർ ആണെങ്കിലും ആക്കിയെടുക്കാം. പക്ഷേ ഞാൻ ഇവിടെ കോഫി പൗഡറാണ് എടുക്കുന്നത്. ഈ കോഫി പൗഡർ നമ്മുടെ മുടിയെ നല്ലപോലെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാൻ സഹായിക്കുന്നു. മുടി കൊഴിച്ചിൽ മാറാൻ സഹായിക്കുന്നുണ്ട് കോഫി പൗഡർ. അതുപോലെ നമ്മുടെ കറിവേപ്പില മുടിയെ കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ്. നരച്ച മുടീനെ നമ്മൾ ഡെയിലി എണ്ണയൊക്കെ കാച്ചിയിട്ട് നിങ്ങൾ ഡെയിലി കറിവേപ്പില ഓയിൽ കൊണ്ട് ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ കുളിക്കുന്നതിന് നമ്മൾ ഏത് എണ്ണയാണോ അതിന് പകരം ഈ എണ്ണ ഉപയോഗിച്ച് കുളിക്കുവാണെങ്കിൽ നമ്മുടെ മുടിയെ എല്ലാം കറുപ്പിച്ചെടുക്കാനും മുടി നല്ലപോലെ കിളുക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ എടുത്ത് വെച്ച മിക്സിയിലേക്ക് കുറച്ച് വെള്ളമാണ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ച്, അതായത് നല്ലപോലെ ഒരു ഇതാക്കി എടുക്കുന്നുണ്ട്, അതിൻ്റെ കുറുക്കി എടുക്കുന്നുണ്ട് കണ്ട. അപ്പോൾ ആ കോഫി വാട്ടറിൻ്റെയും അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഒരു കളറ് നിങ്ങൾ കണ്ടു നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് കറുത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം വെക്കാനായിട്ട്. പിന്നെ നല്ലപോലെ ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് 2 മിനിറ്റോളം അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ മിക്സിനെ ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിടും. അപ്പോൾ എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇത് മുടി നമ്മുടെ നെറ്റിയുടെ സൈഡിൽ ഒരുപാട് ചെറിയ ഹെയറൊക്കെ നരച്ച് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സൈഡിലേക്കൊക്കെ നമുക്കിതൊരു പഞ്ഞി വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ നിങ്ങൾക്ക് തേച്ചിട്ട് 1 മണിക്കൂർ നിങ്ങൾക്ക് സമയമുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പച്ചവെള്ളത്തിൽ തന്നെ കഴുകിക്കളയും. എണ്ണമയോ ഒന്നും പാടില്ല, സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.